സ്നേഹിക്കപ്പെടുകയും കൂട്ടുകൂടുകയും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അത്തരം സാഹചര്യങ്ങൾ വന്നാൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന ചില കൂട്ടരുണ്ട് നമുക്കിടയിൽ. അവർക്കൊരിക്കലും ഒറ്റപ്പെടൽ ഒരു ആശ്വാസമോ അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമോ ആയിരിക്കില്ല. അതിലവർ ഒരുപാട് വിഷമിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതാണ് അവോയ്ഡന്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സാമൂഹികമായ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാനുള്ള പ്രവണതയാണ് ഇവരിൽ ഏറ്റവും ആദ്യം നമ്മൾ കണ്ടെത്തുന്ന ഒരു സവിശേഷത. അതായത് താൻ ഇത്തരത്തിലുള്ള സോഷ്യൽ ഫംഗ്ഷൻസിലൊക്കെ പങ്കെടുക്കുമ്പോൾ അത്ര സുഖകരമല്ലാത്ത രീതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുക. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്നെ പരിഹസിച്ചാലോ അവരൊക്കെ എന്നെ വല്ലാത്ത രീതിയിൽ ജഡ്ജ് ചെയ്താലോ എന്നൊക്കെയുള്ള പേടിയാണ് ഇവരെ ജീവിതകാലം മുഴുവൻ റൂൾ ചെയ്യുന്നത്. എന്നാൽ തനിക്ക് സ്നേഹം കിട്ടുന്നില്ല, തനിക്ക് സൗഹൃദങ്ങൾ ഉണ്ടാകുന്നില്ല, തനിക്ക് സോഷ്യൽ ഇന്ററാക്ഷൻസ് പറ്റുന്നില്ല, അതെല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സും ഇക്കൂട്ടരിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവരിലാണ് ഇത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ വരുന്നത്. കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കാരണമോ ഒക്കെ ആയിരിക്കാം അത്തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റ് പേടിയും ഒക്കെ ഇവരുടെ ഉള്ളിലുള്ളത്. എന്നാൽ സ്കിസോയിഡ് വിഭാഗത്തിലുള്ളവരെ പോലെ അവരൊരിക്കലും ഏകാന്തത സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന വ്യക്തികളല്ലാതെ കൂടി മനസ്സിലാക്കണം. CBT പോലുള്ള തെറാപ്പികൾ വഴി അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഒരു പരിധി വരെയൊക്കെ നമുക്ക് ലക്ഷണങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് അവർക്കും അവർ ആഗ്രഹിക്കുന്ന സന്തോഷമുള്ള ഒരു ജീവിതത്തെ പ്രദാനം ചെയ്യാൻ സാധിക്കുന്നതാണ്.